പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ബി.ജെ.പി. പണം നൽകിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. പാലക്കാട് കണ്ണാടി പ്രദേശത്ത് പണം നൽകിയെന്നാണ് ആരോപണം. ഇതിന്റെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശ്ശിയിലാണ് സംഭവം. ഒരു സ്ത്രീ കണ്ണാടി മേഖലയിലെ വീട്ടിൽ പോയി വൃദ്ധയ്ക്ക് പണം നൽകുന്നതും ശേഷം പാലക്കാട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ കാറിൽ കയറിപ്പോകുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ശോഭയുടെ കാർ പിന്തുടർന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശുഭിതയായി ശോഭ പ്രതികരിക്കുന്നതും ഫോൺ പിടിച്ചുവാങ്ങാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട്. അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ? നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ? നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ? എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു വിളിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിച്ച് വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലൊക്കെ നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ബഹുമാനത്തോട് കാണാണ്. ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ അറിയാലോ. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം അല്ല. നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം ഉണ്ടെന്താ? നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് തന്നിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ അതിനോട് സംസാരിക്കും. ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. നിങ്ങൾ ചെയ്തോളി. 5000 രൂപയാണ് നൽകിയതെന്നാണ് കോൺഗ്രസ് ആരോപണം. ശോഭയും മറ്റ് 2 സ്ത്രീകളുമാണ് എത്തിയത്. ശോഭ കാറിൽ പോയ ശേഷം ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ പണം നൽകിയെന്നാണ് ആരോപണം. വൃദ്ധയുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരാൾ മരിച്ചിരുന്നു. മരണ വീട്ടിലേക്ക് ശോഭാ സുരേന്ദ്രനും പ്രവർത്തകരും വന്നു. തുടർന്ന് തൊട്ടടുത്ത വീട്ടിലേക്കും ഇവർ വന്നു. അവിടെയുള്ളവരുമായി കുറച്ചുനേരം സംസാരിച്ച ശേഷം ശോഭ തിരികെ കാറിലേക്ക് പോയി. ഈ സമയം ഒരു സ്ത്രീ വൃദ്ധയുടെ കയ്യിൽ പണം നൽകുകയായിരുന്നുവെന്നാണ് ആരോപണം. പണം ലഭിച്ച വയോധികയോട് ചോദിച്ചപ്പോൾ അവർ കൈ തുറന്ന് പണം കാണിച്ചിരുന്നതായും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി.